500 ഗ്രാം ചിക്കൻ കീമയാണ് ബർഗർ പാറ്റി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തെടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ബ്ലാക്ക് പെപ്പറാണ്, ഒരല്പം ബ്ലാക്ക് പെപ്പർ കൂടി നമുക്ക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഒറിഗാനോണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും, അതുകൂടി നമുക്കൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതേപോലെ ചോപ്പ് ചെയ്ത അറബിക് പാർസലാണ്, നമുക്ക് ഇംഗ്ലീഷ് പാർസൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലോട്ട് നമുക്ക് അല്പം ഹോട്ട് സോസ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഹോട്ട് സോസ് ഇല്ലെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലെക്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് എരിവിന് വേണ്ടിയിട്ട്. ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിൽ ചോപ്പ് ചെയ്ത ഗാർലിക് കൂടി നമുക്ക് അല്പം ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഞാനിവിടെ ഗാർലിക് ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ഗാർലിക്കോ അല്ലെങ്കിൽ ഗാർലിക് പൗഡറോ നമുക്ക് ഒരല്പം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ബർഗറിൻ്റെ പാറ്റിയുടെ അളവൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ. നമ്മൾ ബർഗർ ബണ്ണ് എത്രത്തോളം വലിപ്പമുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബർഗറിൻ്റെ പാറ്റിയുടെ വലിപ്പം നമ്മൾ ഫിക്സ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബർഗർ ബണ്ണിൻ്റെ അളവിനനുസരിച്ച് ഒരല്പം വലുതാക്കിയിട്ട് വേണം നമ്മൾ ബർഗർ പാറ്റി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഗ്രില്ല് ചെയ്യണ സമയത്ത് ഒരല്പം ചെറുതായി പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോളുകളാക്കിയതിന് ശേഷം നമ്മളൊരു ലിഡ് എടുക്കുക. അതിലോട്ട് അടിയിൽ ഒരല്പം ഓയിലോ എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു ക്ലീൻ ഫിലിമാണ് വെച്ചെടുക്കുന്നത്. അതിൻ്റെ മേലിലായിട്ടാണ് നമ്മൾ ഈ ചിക്കൻ വെച്ച് കൊടുത്തിരിക്കുന്നത്, ചിക്കൻ്റെ കീമ. അതിനുശേഷം നന്നായിട്ടൊന്ന് ചുറ്റും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ക്ലീൻ ഫിലിം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ പാറ്റി ഇവിടെ റെഡിയാണ് ബർഗറിൻ്റെ. ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ ഇതേപോലെ ക്ലീൻ ഫിലിമിൽ റാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോ ഒരു ട്രേയിലോ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബർഗർ പാറ്റി ഇതുപോലെ നമ്മൾ തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് കനവും പാടില്ല, അതേപോലെ തീരെ കനം കുറവും പാടില്ല. ഈ ഒരു കനത്തിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ പാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഫ്രീസ് ചെയ്യാണ്. നമ്മൾ എപ്പോഴാണ് ബർഗർ തയ്യാറാക്കണേ അതിനനുസരിച്ച് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എത്ര എണ്ണം വേണ്ട അതിനനുസരിച്ച് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ബർഗർ തയ്യാറാക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മെൽറ്റാവും. അതിനുശേഷം നമുക്ക് ഗ്രില്ല് ചെയ്തിട്ട് നമുക്ക് ബന്നിലൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ ബർഗർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം.